കേരളത്തിൽ CPM-ന് കനത്ത പരാജയമാണെന്ന് തുറന്ന് സംബന്ധിച്ച് CPM ജനറൽ സെക്രട്ടറി MA ബേബി. പ്രതിപക്ഷ നേതാവ് ആരായിരിക്കണമെന്ന ചർച്ച CPM പോളിറ്റ് ബ്യൂറോയിൽ നടന്നില്ല. സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് വിഷയങ്ങളാണ് ചർച്ച ചെയ്തതെന്നും പാർട്ടി ജനറൽ സെക്രട്ടറി അറിയിച്ചു. എന്നാൽ ഡൽഹിയിൽ പിണറായി വിജയൻ ഇന്നും മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോട് പ്രതികരിച്ചില്ല. ദിലീപ് കുറ്റിച്ചൽ ചേരുന്ന വിവരങ്ങളുമായി. ദിലീപ്, കേരളത്തിൽ CPM-ന് കനത്ത പരാജയമാണ് എന്ന് തുറന്ന് സമ്മതിച്ചിരിക്കുകയാണ് CPM ജനറൽ സെക്രട്ടറി തന്നെ. അതോടൊപ്പം പ്രതിപക്ഷ നേതാവിന്റെ കാര്യത്തിൽ ഇതുവരെ ഒരു തീരുമാനമായിട്ടില്ല എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നതും, അല്ലേ? തീർച്ചയായും അത്തരത്തിൽ യാതൊരുവിധ ചർച്ചയും നടത്തിയില്ല എന്നാണ് CPM-ന്റെ ജനറൽ സെക്രട്ടറി MA ബേബി വ്യക്തമാക്കിയത്. അതേസമയം ഇന്ന് പ്രധാനമായി ചർച്ച നടത്തിയത് ഈ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലാണ്. പശ്ചിമ ബംഗാൾ, തമിഴ്നാട്, കേരളം, പുതുച്ചേരി, ആസാം അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയമാണ് ചർച്ച ചെയ്തു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതേസമയം കേരളത്തിൽ ഏറ്റവും ഇത്രയും വലിയൊരു പരാജയത്തിനുള്ള പ്രധാന കാരണം എന്താണെന്ന് ചോദിച്ചതിനും അത്തരത്തിൽ യാതൊന്നും വിട്ട് പറഞ്ഞില്ല എന്താണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. പക്ഷേ ഈ ഒരു പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ രൂക്ഷമായ ഭാഷയിൽ വിമർശനം ഉന്നയിച്ചു എന്നടക്കമുള്ള കാര്യങ്ങളാണ് നിലവിൽ പുറത്തു വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമടക്കം, അതോടെ തന്നെ അദ്ദേഹത്തിന് ശൈലി മാറ്റണമെന്നടക്കമുള്ള വിമർശനങ്ങൾ ഉയർന്നുവെന്നാണ് നമുക്ക് മനസ്സിലായത്. അതേസമയം TVK, അതായത് തമിഴ്നാട്ടിൽ TVKക്ക് പിന്തുണച്ചുകൊണ്ട് CPM-ഉം CPI-യും വന്നിരുന്നു. DMK ഘടകകക്ഷിയിൽ നിന്ന് മാറിയാണ് ഇവർ TVKക്ക് പിന്തുണ നൽകിയത്. ആ ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും തമിഴ്നാട്ടിൽ CPM-ഉം CPI-ക്കും അത് പ്രതികൂലമാകുമോ അതോ അനുകൂലമാകുമോ എന്നടക്കമുള്ള കാര്യങ്ങളും ഇന്ന് ചർച്ചയ്ക്കിടയായി. അതേസമയം പ്രതിപക്ഷ നേതാവ് ആരായിരിക്കുമെന്ന ചോദ്യത്തിന് വ്യക്തമായി മറുപടി നൽകാതെയാണ് MA ബേബി വാഹനത്തിലേക്ക് കയറിയത്. അതോടൊപ്പം പറയാനുള്ള മറ്റൊരു പ്രധാന ഇഷ്യൂ എന്ന് പറയുന്നത് CPI-ന്റെ സംസ്ഥാന സെക്രട്ടറിയായ ബിനോയ് വിശ്വം വ്യക്തമാക്കിയത് താങ്കൾക്ക് നിയമസഭയിൽ ഉപപ്രതിപക്ഷ പദവി വേണമെന്നൊരു ആവശ്യം ഉന്നയിച്ചിരുന്നു. എന്നാൽ അത് CPM-ന്റെ ജനറൽ സെക്രട്ടറിയായ MA ബേബി അറിഞ്ഞില്ല എന്നാണ് പറഞ്ഞത്. മാധ്യമങ്ങൾ വഴിയാണ് അത്തരത്തിലൊരു കാര്യം അറിഞ്ഞു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതേസമയം നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് CPM-ന്റെ ജനറൽ സെക്രട്ടറി പോലും ഈ ഒരു ആവശ്യം അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ ഈ പാർട്ടിയുടെ ഈ പോക്ക് അല്ലെങ്കിൽ ഈ പാർട്ടി ഏത് രീതിയിലാണ് അധപ്പതിക്കുന്നത് എന്നതിന് ഒരു ഉദാഹരണമായി കണക്കാക്കേണ്ടി വരും. രോഹിണി.